ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ഉഗ്രം പണി തന്നെ നമ്മുടെ ശ്രുതി കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതിയെ താലോലിച്ച് പൊക്കി പിടിച്ചൊക്കെ ചന്ദ്ര നടക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്കിട്ടും പണി കൊടുക്കുകയാണ് പേരും കള്ളി ശ്രുതി. എന്താന്ന് വെച്ചാൽ ആൻ്റണി പണം ചോദിച്ചിട്ടുണ്ടല്ലോ നവീൻ ദാസിനെ ആശുപത്രിയിലാക്കാനായിട്ട്. അപ്പോൾ 2 ലക്ഷം രൂപ എങ്ങനെയും കൊണ്ട് കൊടുക്കണമല്ലോ ആൻ്റണിക്ക്, ഇല്ലെങ്കിൽ പണി പാളൂന്ന് ശ്രുതിക്കറിയാം. അതിനായിട്ട് ശ്രുതി ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കിട്ടിയുള്ളൂ, ചന്ദ്രയുടെ പണം മോഷ്ടിക്കുക. അങ്ങനെ ചന്ദ്രയുടെ പണം മോഷ്ടിച്ച് കൊണ്ടുപോയാണ് കേട്ടോ ആൻ്റണിക്ക് ശ്രുതി കൊടുക്കുന്നത്. അങ്ങനെ ചന്ദ്രയ്ക്ക് തന്നെ ഒരു 8ൻ്റെ പണി കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആൻ്റണി ശ്രുതിയോട് പറഞ്ഞു വിടുകയാണ്, നവീൻ ദാസിന് തീരെ വയ്യ, മരണത്തോട് മല്ലടിച്ച് ഇവിടെ കിടക്കാണ്. അവനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് അവൻ ഡെഡ് ബോഡി ആവും. അങ്ങനെ ഡെഡ് ബോഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കുറ്റം നമ്മുടെ തലയിൽ വരും. അപ്പോൾ ശ്രുതിയും കുടുങ്ങുമെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അവൻ മരിക്കാതിരിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയാം, അതിന് എൻ്റെ കയ്യിൽ എവിടെയാണ് പണം ഇരിക്കുക, അതിന് പണം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, നിങ്ങളൊക്കെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ കയ്യിൽ പണം കാണുമായിരിക്കുമല്ലോ, അതെടുത്ത് ഇയാളെ കൊണ്ടുപോകാൻ പറയുമ്പോൾ ആൻ്റണി പറയാം, എൻ്റെ കയ്യിൽ ഒരു 10 പൈസ ഇല്ല, ഒരു 2 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവൻ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് രക്ഷപ്പെടുത്തി എടുക്കാം. അതുതന്നെ ശ്രുതി ആലോചിക്കുക, ഞാനിപ്പോൾ എവിടുന്ന 2 ലക്ഷം രൂപ എടുത്തിട്ട് വരിക. അപ്പോൾ ആൻ്റണി പറയാം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഒരു 2 ലക്ഷം രൂപ കൊണ്ട് തന്നാൽ ഈ നവീൻ ദാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരാം, അങ്ങനെ നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാമെന്ന് പറയാം. അപ്പം മീരയും പറയാം, ശരിയാ എൻ്റെ ശ്രുതി, നീ പണം കൊണ്ട് കൊടുത്തോ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ആകപ്പാടെ പ്രശ്നമാവും. നവീൻ ദാസ് എങ്ങാനും കാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിലിരിക്കും. എവിടുന്നേലും നീ 2 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ നോക്കുന്നത് പറയാ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ശരിയാ 2 ലക്ഷം രൂപ എവിടുന്നേലും കൊണ്ട് കൊടുക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറയാ. അപ്പോൾ മീര ചോദിക്കുക, അതെ 2 ലക്ഷം രൂപ നിനക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടാനാന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, എനിക്ക് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല, ഇപ്പം ഇനി ഈ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുമല്ലേ നിവർത്തിയുള്ളൂ, അല്ലാതെ തടഞ്ഞു നിർത്താൻ ആരും ഇല്ലല്ലോ. എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി പണം എങ്ങനെയെങ്കിലും കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ആകെപ്പാടെ ടെൻഷൻ അടിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൻ്റണിയും അതുപോലെ നവീൻ ദാസും കൂടെ സംസാരിക്കുന്നത്. നവീൻ ദാസ് എണീറ്റിട്ട് പറയാ, ആൻ്റണി ഞാനിനി എൻ്റെ വീട്ടിൽ പൊക്കോട്ടെ, ഈ അഭിനയമൊക്കെ അങ്ങ് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പം നവീൻ ദാസ് പറയുന്നുണ്ട്, അതെന്താ നിനക്ക് നവീൻ ദാസിനോട് ആൻ്റണി പറയുന്നുണ്ട് കേട്ടോ, അതെന്താ നിനക്ക് വീട്ടിൽ പോകാനായിട്ട് ഇത്ര തിടുക്കെന്ന് ചോദിക്കുമ്പോൾ നവീൻ ദാസ് പറയാം, ദേ അവളുടെ മുമ്പിൽ ദേ തീരെ വയ്യാത്ത പോലെ ഇങ്ങനെ കിടന്നില്ലേ, ഇനിയിപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറയുമ്പോൾ ആൻ്റണി പറയാം, പോകാൻ വരട്ടെ, അവൾ പണം കൊണ്ട് വരട്ടെ, നിനക്ക് ഈ സത്യം നേരത്തെ പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നവീൻ ദാസ് പറയാം, അതെങ്ങനെ പറയാൻ പറ്റാനാ, നിങ്ങൾ എന്നെ ഇടിച്ച് ശരിയാക്കുമല്ലായിരുന്നോ, അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ എനിക്കറിയാമെന്നുള്ള കാര്യം പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പം ആൻ്റണി പറയാം, നിനക്ക് ആ സത്യങ്ങളൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഈ ഇടിയൊന്നും മേടിച്ചു കൂട്ടേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, അവൾ 2 ലക്ഷം രൂപയായിട്ട് ഇവിടെ വരും, നീ അത് കണ്ടോണം, അല്ലാതെ നമ്മൾ അവളുടെ പുറകെ പണത്തിനായിട്ട് ഇങ്ങനെ നടക്കണ്ട എന്ന് പറയാം. അപ്പം നവീൻ ദാസ് പറയുന്നുണ്ട്, ശരിയാ എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയാം, പോകാൻ വരട്ടെ, ഇനിയും അവളോട് കുറച്ച് പണം വാങ്ങിക്കാൻ പറ്റുമെങ്കിലേ അതൊക്കെ നമുക്ക് ശ്രമിക്കാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, അവൾ പണമായിട്ട് വരട്ടെ എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ആൻ്റണിയും നവീൻ ദാസും കൂടി ശ്രുതിക്ക് 8ൻ്റെ പണി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ശ്രുതി ഇതൊന്നും അറിയുന്നില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എവിടുന്നാ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കി ആൻ്റണിക്ക് കൊടുക്കാതിരുന്ന എല്ലാ കള്ളിയും പുറത്താകും. നവീൻ ദാസിന് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, എവിടുന്നാ ഞാനിപ്പോൾ ഈ പണം ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട്, സുധിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചാലോ, സുധിയുടെ കയ്യിൽ അത്രയും പണമൊന്നും ഒരുമിച്ച് കാണുകയല്ല, പിന്നെ ഇവിടെ നിങ്ങാനും മോഷ്ടിക്കാന്ന് വെച്ചാൽ അമ്മയുടെ അലമാരിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊന്നും ഇല്ലല്ലോ അല്ലേ, അന്ന് ആ പണമെല്ലാം എടുത്ത് അമ്മ കൊടുത്തല്ലോ, ഭാമാൻറ്റിക്ക് കൊടുത്ത് വിട്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ശ്രുതി തന്നെ ആലോചിക്കുകയാണ്, ആൻറ്റിയുടെ കയ്യിൽ ഒരു 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ, അത് ഭാമാൻറ്റിയെ കഴിഞ്ഞ ദിവസം ഏൽപ്പിച്ചു, ഇവിടെ വച്ചേക്കണ്ടെന്നും സുരക്ഷിതമല്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് രേവതിയുടെ ആങ്ങളെയൊക്കെ പെരും കള്ളനല്ലേ, അവനൊക്കെ വന്ന് എടുത്തോണ്ട് പോയാലോ എന്നോർത്ത് അതെല്ലാം ഭാമാൻറ്റിയുടെ വീട്ടിൽ കൊണ്ട് അലമാരിയിൽ വെച്ച് സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അമ്മയുടെ നീക്കിയിരിപ്പ് പണമായിരുന്നത്, അതുണ്ടായിരുന്നെങ്കിൽ കാര്യം നടന്നേനെന്ന് വിചാരിക്കാം. എന്നിട്ട് ശ്രുതി വിചാരിക്കുക, ഇനിയിപ്പോൾ ആ പണം എങ്ങനെ എടുക്കുക,
അത് ഇവിടുത്തെ അലമാരിയിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഭാമാജിയുടെ വീട്ടിലെ അലമാരിയിലാണ്. അവിടെ പോയി എങ്ങനെ ഈ പണം എടുക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ശ്രുതി വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവിടെ ചെല്ലണം. അമ്മ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ ചെന്ന് അവിടുന്ന് ആ പണം എടുക്കണം. എങ്ങനെയെങ്കിലും തട്ടിച്ച് ആ പണം കൈക്കലാക്കണം. അവരെ രണ്ടിനെയും സോപ്പിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതി പോവാണ് കേട്ടോ ഭാമയുടെ വീട്ടിലേക്ക്. അതേസമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവിടെ പോയിട്ടുണ്ട്, പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അവിടെ പോയിരിക്കുക. ആ സമയത്ത് നമ്മുടെ ശ്രുതി കുറേ പലഹാരങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ് ഭാമയുടെ വീട്ടിലേക്ക്. ഭാമയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പം ചന്ദ്രയുണ്ട്, ഭാമയുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, എന്താ ശ്രുതി നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാ ആൻറ്റി, നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. അതുപോലെ ഭാമ ആൻറ്റിക്ക് കുറച്ച് പലഹാരങ്ങളും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നതാ. അമ്മയെ ആൻറ്റി ആണെങ്കിലും ഇവിടെ ഇരുന്ന് ഡാൻസ് പഠിപ്പിക്കുമ്പം ആകെ മൊത്തം ബോറടിച്ചിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ കുറിച്ചുകൊണ്ടിരിക്കട്ടെ എന്നോർത്ത് ഞാൻ കൊണ്ടുവന്നതേ. ഈ പലഹാരങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്നാ, ബോറടിക്കുമ്പോൾ ഇരുന്ന് കഴിച്ചോ എന്ന് പറയാം. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് നല്ല ഗമ തോന്നുക കേട്ടോ. ശ്രുതി ഇത്രയും പലഹാരവും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ എന്ന് ഓർത്തിട്ട് ചന്ദ്ര പറയാം, ആഹാ ശ്രുതി എന്തിനാ മോളെ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, ആൻറ്റിക്കും മാമാൻറ്റിക്കും തരാൻ ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. അത് ഇപ്പോൾ വലിയൊരു തെറ്റായി പോയോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഉടനെ തന്നെ മാമ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മോളെ, ഞങ്ങളിതൊക്കെ കഴിച്ചോളാം, നല്ല സ്വീറ്റ്സൊക്കെ ആണോന്ന് ചോദിക്കും. പിന്നെ സൂപ്പർ സാധനം അതൊന്നും എടുത്ത് കഴിച്ചെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക. അത് ഭാമയും ചന്ദ്രയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി എങ്ങനെയെങ്കിലും ഭാമയുടെ അലമാരി ഇരിക്കുന്ന റൂമിൽ കടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ശ്രുതിയുടെ ഫോണിലൊരു കോള് വരുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കുക. ഹലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രുതി ഭാമയുടെ അലമാരി ഇരിക്കുന്ന റൂമിലേക്ക് കയറി പോവുക. ഫോൺ വിളിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പതുക്കെ അങ്ങ് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് ചന്ദ്രയും ഭാമയും പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്ര പറയാ, കണ്ടില്ലേ എൻ്റെ മരുമോള്, നിങ്ങളൊക്കെ പറയും ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മരുമോള് അവൾ അത്ര ശരിയല്ലെന്ന്. നോക്കിക്കേ, അവളല്ലേ ഇപ്പം എനിക്ക് ഈ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. അവൾക്ക് നല്ല സ്നേഹമുണ്ട്. അതേസമയം ആ രേവതി അവളെ എന്തിനു കൊള്ളാം, അവൾ എന്താ ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഭാമ പറയാ, അങ്ങനൊന്നും പറയില്ല ചന്ദ്രേ, രേവതിയല്ലേ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന രേവതിയല്ലേ, പിന്നെ അവളെ ഇങ്ങനെ കുറ്റം പറയല്ലേ എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, പിന്നെ കുറ്റം പറയലേന്ന്, അവൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, അതെല്ലാം കഴിച്ച് എൻ്റെ വായുടെ രുചി എല്ലാം പോയിരിക്കുക. ഇപ്പോഴത്തെ ശ്രുതിമോള് ഇതെല്ലാം കൊണ്ടുവന്നത് കൊണ്ട് ഇതൊക്കെ കഴിച്ച വായ്ക്കൊക്കെ ഒരു രുചിയുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള പലഹാരങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ നമ്മുടെ ശ്രുതി അകത്ത് കയറി റൂമിൽ അലമാരി തുറന്ന് അകത്തിരിക്കുന്ന പാണം കൈക്കലാക്കുകയാണ് കേട്ടോ. പാണം എടുത്ത് കൈക്കലാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി വരിക. അപ്പോഴും ഇവർ രണ്ടുപേരും ഇരുന്ന് പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെയും ശ്രുതി പറയുക, എന്നാലേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എനിക്ക് പോകണം, ആൻറ്റി നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിരുന്ന് കഴിക്കുക കേട്ടോ, നല്ല കടല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സ്വീറ്റ്സൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയാം, അതെ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ കഴിച്ചു മോളെ എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, അതേ മോളെ നല്ല രുചിയുണ്ട്, ഞങ്ങളിതെല്ലാം ഇരുന്ന് കഴിച്ചോളാം കേട്ടോ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതെല്ലാം ഇരുന്ന് കഴിക്കേ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി ആ പണവുമായിട്ട് മീരയുടെ അടുക്ക ചെല്ലുകയാണ്. അതേസമയം ചന്ദ്രയും ഭാമയും പലഹാരങ്ങൾ കഴിച്ചിരിക്കുക. പണം പോയതിനെ കുറിച്ചിട്ടൊന്നും അവരറിഞ്ഞില്ല കേട്ടോ. മീരയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി, പണം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം മീര ചോദിക്കുക, നീ എവിടെ നിന്ന് പണം ഒപ്പിച്ചു? അതൊക്കെ ഞാൻ ഒപ്പിച്ചു, ഒരു വഴിക്ക് പോയി പണം ഒപ്പിച്ചു, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, ഒരു രഹസ്യം മൂടി വയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാ എന്നൊക്കെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ കയ്യോടെ കൊണ്ടുവന്ന് ആ ആൻ്റണിക്ക് കൊണ്ട് കൊടുക്കട്ടെ, എന്താന്ന് വെച്ചാൽ അവൻ അല്ലെങ്കിൽ പിന്നെ ആ നവീൻദാസ് ഞാൻ കാഞ്ഞു പോയെങ്കിൽ പണിയാവും, നീയും കൂടെ എൻ്റെ കൂടെ വാന്ന് പറയാം. അങ്ങനെ ഈ 2 ലക്ഷം രൂപയായിട്ട് ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി പോവാണ് ആൻ്റണിയുടെ അടുക്ക്. അപ്പോൾ ഇവർ വരുന്ന കണ്ട് തന്നെ ആൻ്റണി ഇങ്ങനെ നോക്കിയിരിക്കുക. നവീൻദാസും അവിടെ ഉണ്ട് കേട്ടോ. നവീൻദാസ് തീരെ വയ്യാത്ത പോലെ ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും ശ്രുതി കൊണ്ടുവന്നിട്ട് ഈ 2 ലക്ഷം രൂപ ആൻ്റണിക്ക് കൊടുക്കുക. എന്നിട്ട് പറയാം, 2 ലക്ഷം രൂപയുണ്ട്, ഇതും കൊണ്ട് അയാളെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം, ഒന്നും സംഭവിക്കരുത്, മരിച്ചെങ്ങാൻ പോയാൽ നമുക്ക് പണിയാവും, അവനെ പിടിച്ച് 2 ഇടി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇതൊന്നും പറഞ്ഞില്ല. ഇപ്പം ഇത്ര അവസ്ഥയായി, ഞാൻ എങ്ങനെയും പണം ഒപ്പിച്ചതെന്നറിയാവോ, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകണേ എന്ന് പറയാം. അപ്പോൾ ഉടനെ ആൻ്റണി പറയാം, പിന്നെ ആശുപത്രി കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചാൽ അത് എനിക്കും കൂടെ അല്ലേ പ്രശ്നം, 2 ലക്ഷം രൂപ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാം. പിന്നെ 2 ലക്ഷം രൂപയുണ്ട്, ഇനി എന്നോട് പണമൊന്നും ചോദിച്ചേക്കല്ലേ എന്ന് പറയാം.
അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ പണമൊന്നും ഞാൻ ചോദിക്കുകയൊന്നുമില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചതെന്ന് പറയാം. അപ്പോൾ ആൻ്റണിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ കുറേ സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ആൻ്റണി ഈ സ്വീറ്റ്സൊക്കെ എടുത്തിട്ട് ഇവരുടെ നേരെ നീട്ടുക. ഈ സ്വീറ്റ്സൊക്കെ കഴിക്കേ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ഒരെണ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് പിന്നെയും പണം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആൻ്റണി പറയാം, സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നു, ഈ ലഡുവൊക്കെ എടുത്ത് കഴിക്കും നിങ്ങളെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മീര ആ ലഡു ഫുള്ള് അങ്ങ് എടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ലഡു ഫുള്ള് ഞങ്ങൾ അങ്ങ് എടുത്തു, വീട്ടിൽ കൊണ്ടുപോയി സൗകര്യമായിട്ടിരുന്ന് കഴിച്ചോളാം കേട്ടോ എന്ന് പറയാം. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രുതിയോട് പറയാം, ഇത്രയും പണം കൊണ്ടുവന്ന് അവന് കൊടുത്തതല്ലേ, ഈ ലഡു എങ്കിലും നമുക്ക് മുതലാക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനത് ഫുൾ അങ്ങ് എടുത്തത്, വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ ഇരിക്കുമ്പോൾ തിന്നാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്നുണ്ട് കേട്ടോ. പാവം നമ്മുടെ ശ്രുതി തട്ടിച്ചെടുത്തോണ്ട് വന്നതാണേലും ആൻ്റണി തനിക്ക് നല്ല പണി തരുവാണെന്നുള്ള കാര്യം ശ്രുതി അറിയുന്നുമില്ല. ശ്രുതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും നവീൻ ദാസ് ആൻ്റണിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രുതി അവിടുന്ന് പോവാണ്. അതേസമയം ഈ പണമൊക്കെ വാങ്ങിയിട്ട് ആൻ്റണി നവീൻ ദാസിൻ്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ നവീൻ ദാസ് അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. നവീൻ ദാസ് ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ച് സുഖ ചികിത്സയിലാണല്ലോ എന്ന് പറയുക. അപ്പോൾ നവീൻ ദാസ് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ആരോഗ്യം നോക്കണ്ടേ എനിക്ക്, നിങ്ങൾ എന്നെ പിടിച്ച് നല്ല ഇടിയല്ലേ ഇടിച്ചത്, അത് കാരണം എൻ്റെ ശരീരത്തിനൊക്കെ മുഴുവൻ വേദനയാണ്, അതൊക്കെ മാറണമെങ്കിൽ കുറച്ച് ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി പറയാ, കുടിച്ചോ, അവൾ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി കേട്ടോ. അവൾ വന്നോ, എന്നിട്ട് പണം കൊണ്ട് തന്നോന്ന് ചോദിക്കുക. പിന്നെ തരാതെ ഈ ആൻ്റണിയോട് അവൾ കളിക്കുമോ, ഈ ആൻ്റണി ആരാണെന്ന് നവീൻ ദാസിന് അറിയില്ല ശരിക്കും എന്ന് പറയാം. എത്ര രൂപ തന്ന അവളെന്ന് ചോദിക്കുക കേട്ടോ നവീൻ ദാസ്. അപ്പോൾ ആൻ്റണി പറയാം, 2 ലക്ഷം രൂപയും അവൾ കൊണ്ടു തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ, നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. ഇപ്പം നിന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട, ഇതിൻ്റെ ഒരു വീതം നിനക്ക് ഞാൻ തരാം. തൽക്കാലത്തേക്ക് ഈ പണവും കൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഒന്ന് മാറി നിൽക്കണം കുറച്ച് നാളത്തേക്ക്, അവളുടെ കൺവട്ടത്ത് വരാതെ. ഈ സത്യങ്ങളൊക്കെ നീ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പണവും ചോദിച്ച് അവളുടെ പുറകെ നടക്കണോ. ഇപ്പം കണ്ടില്ലേ ആൻ്റണി വിചാരിച്ചപ്പം അപ്പം തന്നെ പണം നമ്മുടെ മുമ്പിലെത്തിയത് എന്ന് പറയാം. എന്നിട്ട് ഒരു 50,000 രൂപ എടുത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ നവീൻ ദാസിന്. അപ്പം നവീൻ ദാസ് പറയാം, ഇതേ ഉള്ളൂ എനിക്ക്, 2 ലക്ഷം രൂപ കിട്ടിയിട്ട് 50,000 രൂപ എനിക്കുള്ളൂ, ഒരു 50-50 നമുക്ക് വേണ്ടേ, ഞാനും കുറേ ഇടിയൊക്കെ കൊണ്ടതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയാം, ശരിയാ, നീയും കുറച്ച് ഇടിയൊക്കെ കൊണ്ടതല്ലേ, എന്നാൽ 1 ലക്ഷം രൂപ നീ വെച്ചോ, 1 ലക്ഷം രൂപ എനിക്കും, 50-50. ഈ 1 ലക്ഷം രൂപയും കൊണ്ട് ഒരു 2-3 മാസമെങ്കിലും നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, അവളുടെ കൺമുന്നിലൊന്നും ചെന്ന് പെടരുത്, അതിനുശേഷം നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഉടനെ നവീൻ ദാസ് പറയാം, ഈ പണി കൊള്ളാം കേട്ടോ, ഞാനേ 1-2 മാസം മാറി നിന്നേക്കാം, ഇങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് പറയാം. അപ്പം ആൻ്റണി പറയുന്നുണ്ട്, ശരി, എന്നാൽ സ്ഥലം വിട്ടോ, നമുക്ക് ഈ കളി കുറച്ചുകൂടി അങ്ങ് കളിക്കാം എന്നൊക്കെ ആൻ്റണി പറയുക നവീൻ ദാസിനോട്. അങ്ങനെ അവരങ്ങനെ ഡീലൊക്കെ ഉറപ്പിക്കുക. അതേസമയം നമ്മുടെ ശ്രുതി വീട്ടിലെത്തി. ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ പേടിയാണ് കേട്ടോ. ഈ പണം ചന്ദ്രയുടെ പണമല്ലേ അടിച്ച് മാറ്റിയിരിക്കുന്നത്, അതെങ്ങാനും പിടിക്കപ്പെടുമോയെന്ന്, ഇനിയിപ്പോൾ എങ്ങാനും പിടിക്കപ്പെട്ട ആരുടെ തലയിലേക്ക് വയ്ക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അതേസമയം നമ്മുടെ ചന്ദ്ര ഡാൻസ് പഠിപ്പിക്കാൻ വേറൊരു ദിവസവും ഭാമയുടെ വീട്ടിൽ ചെല്ലാണ്. ഭാമയുടെ വീട്ടിൽ ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ സാരിയൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. വീടുകളിലൊക്കെ കൊണ്ടു നടന്ന് സാരി വിൽക്കുന്ന ഒരാളാണ്. ആ സ്ത്രീ അവിടെ വരുമ്പോഴേക്കും ചന്ദ്രയെ ഈ സാരികളൊക്കെ കാണിക്കുക. ചന്ദ്രയെ ഭാമയെ ഇത് കാണിച്ചിട്ട് പറയും, നല്ല സാരിയാണ്, ഇത് എടുക്കും മേഡം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണേ. അപ്പോൾ ഈ സാരികളൊക്കെ കാണുമ്പോൾ ചന്ദ്രയുടെയും കണ്ണ് മഞ്ഞളിച്ച് പോവുക. നല്ല അടിപൊളി സാരിയൊക്കെ ആണല്ലോ, ഇത് എടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ വിചാരിക്കും, ഇനിയിപ്പോൾ പണം എവിടെയാണ്, പണം കയ്യിലില്ലല്ലോ, എന്താ ചെയ്യുക, എങ്ങനെ ഈ സാരി എടുക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പോഴേക്കും ചന്ദ്ര ആലോചിക്കും, ഭാമയുടെ കയ്യിൽ ഞാനൊരു 4 ലക്ഷം രൂപ കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ, അത് ഇവളുടെ കയ്യിൽ അലമാരിയിലുണ്ടല്ലോ, അതിൽ നിന്ന് പണം എടുത്ത് ഈ സാരി വാങ്ങാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഭാമയോട് പറയാം, ഭാമേ നമുക്ക് ഈ സാരി എടുക്കാം, നിൻ്റെ കയ്യിൽ ഞാൻ ആ പണം സൂക്ഷിക്കാൻ തന്നില്ലേ, അതിൽ നിന്ന് ആ പണം ഇങ്ങെടുത്തേ, നമുക്ക് ഈ സാരി എടുക്കാമെന്ന് പറയാം. അപ്പോൾ ഭാമ പറയാം, ശരി, അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. റൂമിൽ പോയി അലമാരി തുറക്കുകയാണ് കേട്ടോ. അലമാരി തുറന്ന് പണം നോക്കുമ്പോൾ പണമില്ല. പണം ഇരുന്ന സ്ഥലത്ത് പണം പോയിട്ട് ഒന്നുമില്ല. ഭാമ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഭാമ ഉടനെ വന്നേച്ച് പറയാം, ചന്ദ്രേ ഇവിടെ പണമൊന്നുമില്ല കേട്ടോ, 1 രൂപയില്ല, ഞാൻ ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചത്, ആ പണം ആ കവറോട് കൂടി ആരോ എടുത്തോണ്ട് പോയി, എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര നെഞ്ചത്തടിക്കുക, ദൈവമേ എൻ്റെ പണം അത് പോയോ, ഞാൻ കഷ്ടപ്പെട്ട് ബാക്കി വെച്ച് ഉണ്ടാക്കിയ ആ 4 ലക്ഷം രൂപ
അത് വീട്ടിൽ ഇരുന്നാൽ സേഫ് അല്ലല്ലോ എന്ന് വെച്ചാൽ നിന്റെ അടുത്ത് ഞാൻ സൂക്ഷിക്കാൻ തന്നത്. ഈ വീട്ടിൽ നിന്ന് ആ പണം എവിടെ പോകാനാ? നീ അല്ലാതെ ആരും ഉണ്ടോ ഭാമ ഇവിടെ? എന്നിട്ട് എന്താ ഭാമ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ആകെ വെപ്രാളപ്പെടുവാണേ. അപ്പോൾ ഭാമ പറയുക, ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ആര് വരാനാ ഇവിടെ? ഞാൻ ഇവിടുന്ന് വന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ ആ പണം എടുത്തിട്ടുമില്ല ചന്ദ്രയെന്ന് പറയാം. അല്ല ഭാമേ, നീ എടുക്കില്ല എന്ന് എനിക്കറിയാം. വേറെ ആരെങ്കിലും ഇവിടെ വന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ചന്ദ്ര പറയാ, ആരായിരിക്കും ഇവിടെ വന്നത്? രേവതി ആയിരിക്കും ചിലപ്പം. അവളെ ഇത് അറിഞ്ഞിട്ടുള്ളൂ, അവളെ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാം. കാരണം രേവതി എന്നും തന്നെ ഭാമയുടെ വീട്ടിൽ മാല കൊണ്ടിടാൻ വരുന്നുണ്ട് കേട്ടോ, ഭഗവാന് മാല ചാർത്താനായിട്ട്. അപ്പം നേരെ കൊണ്ടുവരുമ്പം തന്നെ ഭാമ പറയും, നീ തന്നെ അങ്ങോട്ട് ചാർത്തിക്കോ എന്ന് പറയും. അങ്ങനെ രേവതി ആ മാല അകത്ത് കൊണ്ടുപോയി ചാർത്താറൊക്കെ ഉണ്ട്. അങ്ങനെ ഭാമയുടെ വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യപൂർവ്വ ദിവസവും തന്നെ രേവതി വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാ, വേറെ ആരും ആയിരിക്കില്ല, ആ കള്ളി, ആ രേവതി, അവളായിരിക്കും ഇത് ചെയ്തത്. അവളെ ഈ പണം എടുക്കാൻ സാധ്യതയുള്ളൂ. എന്നും മാല ചാർത്താൻ ഇവിടെ വരുന്നില്ലേ? ആ സമയത്ത് എൻ്റെ പണം അവൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അവളുടെ അനിയനും പെരുങ്കള്ളനാ, ബൈക്കൊക്കെ മോഷ്ടിച്ചതല്ലേ, അവൻ എൻ്റെ പണവും മോഷ്ടിച്ചിട്ടുണ്ട്. അവളുടെ കുടുംബക്കാരെ കള്ളന്മാരാ, അതുപോലെ ഒരു നാണം കെട്ട കുടുംബം, പെച്ചികൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മാമ പറയുന്നുണ്ട്, രേവതി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചന്ദ്രേ. അവൾ ഇവിടെ വരുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, പിന്നെ നിനക്കെന്താ ഉറപ്പ്? രേവതിയുടെ കുടുംബക്കാരെക്കുറിച്ച് നിനക്കറിയില്ലല്ലോ. അവളുടെ വീട്ടുകാർ മുഴുവൻ കള്ളന്മാരാ. ഇതും ഇപ്പം അവൾ തന്നെ ചെയ്തതാ. ഈ വീട്ടിൽ പണം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അവസരം കിട്ടിയപ്പോൾ അത് എടുത്തിട്ട് പോയതാ. വേറെ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഭാമ വീണ്ടും എതിർക്കുക. ചന്ദ്രൻ, നീ കാണാതെ ഒന്നും പറയരുത്, രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല. രേവതിയുടെ അനിയൻ അങ്ങനെയൊക്കെ ചെയ്തത് ആ ആൻ്റണിയുടെ കൂടെ കൂടിയിട്ടല്ലേ. അതുപോലൊന്നും രേവതി ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് രേവതിയെ വെറുതെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ആ കുറ്റപ്പെടുത്തുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലാരും അറിയാതെ ഞാൻ സമ്പാദിച്ച പണം അത് നഷ്ടപ്പെട്ടെന്ന് വീട്ടിലെങ്ങാൻ പറഞ്ഞാൽ രവിയേട്ടൻ എന്നെ ഇട്ടേക്കല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആരെയും അറിയിക്കാതെയാണ് നിൻ്റെ വീട്ടിൽ ഇതുകൊണ്ട് സൂക്ഷിക്കാൻ വെച്ച് തന്നത്. അതും പോയി. ഇനിയിപ്പം വീട്ടിലും പറയാൻ പറ്റില്ല. എങ്ങനെയാ രേവതി ഒന്ന് പിടിക്കുന്നത്? എന്തെങ്കിലും പറയാം, നിൻ്റെ പണം പോയെന്ന് തന്നെ ഞാനങ്ങ് പറയും എന്നൊക്കെ ചന്ദ്ര പറയാം. അങ്ങനെ ചന്ദ്ര വീട്ടിൽ ചെല്ലുക. ചന്ദ്രയുടെ മനസ്സിലാപ്പാടെ ടെൻഷനും ദേഷ്യമൊക്കെ രേവതി എടുത്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് വീട്ടിലിരുന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്ര ഒരു ഫോൺ വരുന്ന പോലെ എടുക്കുകയാണ് കേട്ടോ, ഭാമ വിളിക്കുന്ന പോലെ. എന്നിട്ട് ചോദിക്കുക, ആ ഭാമേ എന്താണ്, ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അത്ഭുതത്തോടു കൂടി. അങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, ഭാമയ്ക്ക് എന്ത് പറ്റി? എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് ഭാമ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, അതേ വേറൊന്നും അല്ല, ഭാമയുടെ വീട്ടിൽ കുറച്ച് പണമായിരുന്നു, ഒരു 4 ലക്ഷം രൂപ. അവളുടെ അലമാരിയിലിരുന്ന് ആ പണം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. ആ വീട്ടിൽ വരുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി ചോദിക്കുക, അവിടുന്ന് ആരും പണം മോഷ്ടിക്കാനാ? ആരാ അവിടെ ചെല്ലുന്നത്? ഭാമാൻ്റിയുടെ വീട്ടിൽ ആര് ചെന്ന് അലമാരിയിൽ നിന്ന് പണം എടുത്തെന്ന് അമ്മ പറയുന്നതെന്ന് ചോദിക്കുക. അതറിയില്ല, ആരോ അവളുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി, അവള് ഭയങ്കര വിഷമത്തില എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശ്രുതിക്ക് ആകെപ്പാടെ ഞെട്ടല കേട്ടോ. ശ്രുതിയാണല്ലോ ഈ പണം എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതെല്ലാം ഭാമ അറിഞ്ഞെന്നും മൊത്തം പ്രശ്നമാകാൻ പോവാണ്, ഇനി എങ്ങാനും കണ്ടുപിടിച്ചാലോ ചന്ദ്ര എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ശ്രുതിയും ആകെപ്പാടെ പേടിച്ച് വിറച്ചിരിക്കുക. അതേസമയം ചന്ദ്ര പറയാ, അതേ എനിക്ക് സംശയം, ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു പെരിങ്കള്ളി, അവളെയാ, രേവതിയെ എന്ന് പറയുമ്പോഴേക്കും രേവതി ഞെട്ടിപ്പോവാണേ. രേവതി ചോദിക്കുക, എന്താ അമ്മേ പറഞ്ഞത്? ഞാൻ പണം മോഷ്ടിച്ചെന്നോ? ഭാമാജിയുടെ അലമാരി ഇരിക്കുന്ന പണം ഞാനെങ്ങനെ മോഷ്ടിക്കാനാ? ഞാനെങ്ങനെ അവരുടെ അലമാരി തുറന്നെടുക്കുന്നേ? അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ, നീ എന്നും അവിടെ മാല ഇടാൻ ചെല്ലത്തില്ലേ? അങ്ങനെ മാല ഇടാൻ ചെന്നപ്പം അവിടുന്ന് പണം മോഷ്ടിച്ചതായിരിക്കുമല്ലോ എന്ന് പറയുമ്പം രേവതി പറയാ, അമ്മേ ഞാൻ ഒരുപാട് വീടുകളിൽ മാലയായിട്ട് പോകുന്നുണ്ട് ദിവസവും, ഞാൻ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കാറില്ല, എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അമ്മ പറയരുതെന്ന് പറയാം. എന്താടി നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പം? നിൻ്റെ അനിയൻ എൻ്റെ പണം മോഷ്ടിച്ചില്ലേ, അതങ്ങ് വീഡിയോ വൈറലായല്ലോ. അതിനു മുമ്പ് അവൻ ബൈക്ക് മോഷ്ടിച്ചിട്ടില്ലേ? നിൻ്റെ വീട്ടുകാരെല്ലാം പേരും കള്ളന്മാരാ, അപ്പോൾ പിന്നെ നീയും അത് ചെയ്യും. ഭാമയുടെ അലമാരിയിൽ പണം ഉണ്ടെന്ന് അറിഞ്ഞ് നീ തന്നെ അത് മോഷ്ടിച്ചതെന്ന് ചന്ദ്ര പറയാ. അപ്പോൾ ഉടനെ സച്ചി പറയാ, അമ്മ ആവശ്യമില്ലാതെ രേവതിയെ പറയരുത് കേട്ടോ. ഭാമാൻ്റിയുടെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട്? അമ്മയുടെ ഡാൻസ് സ്കൂളും സ്റ്റുഡൻസും എല്ലാം ആ വീട്ടിൽ വരുന്നുണ്ട്. ആ സ്റ്റുഡൻസ് ആരെങ്കിലും മോഷ്ടിച്ചതാവാമല്ലേ? അവരുടെ വീട്ടുകാരെങ്കിലും മോഷ്ടിച്ചതാവാമല്ലേ? രേവതി മാത്രമേ ആ വീട്ടിൽ വരുന്നുള്ളൂ, പിന്നെ എന്തിനാ രേവതി എങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്ന് പറയാം. അപ്പം രവിയും പറയാം, ശരിയാ ചന്ദ്രേ, നീ കാണാതെ കേൾക്കാതെ ഒരു കാര്യവും പറയരുത്, രേവതി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് പറയാം.
അപ്പോൾ ചന്ദ്ര പറയാം പിന്നെ ഉറപ്പ് അനിയനെ പുറത്തിറക്കാൻ കേസ് നടത്താൻ അവൾക്ക് പണം വേണമല്ലോ, അതിനു വേണ്ടി അവൾ മോഷ്ടിച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ, വേറെ ആരും ആയിരിക്കില്ല എന്ന് പറയുക. അപ്പോൾ രേവതിക്ക് അങ്ങ് വിഷമം വരിക കേട്ടോ. രേവതി ആണെങ്കിൽ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഉടനെ വർഷ വരിക. എന്താ ആൻറ്റി ഈ പറയുന്നത്? ആൻറ്റിക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? എന്തിനും ഏതിനും രേവതി ചേച്ചിയെ കുറ്റം പറയാൻ ആൻറ്റിക്ക് ഒരു നാണോ ഇല്ലേ? രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ രേവതി ചേച്ചിക്ക് ഇവിടെ പലതും ചെയ്യാമായിരുന്നു. രേവതി ചേച്ചി ആറിനെ മോഷ്ടിക്കാനൊന്നും പോവില്ല. ഭാമാൻറ്റിയുടെ അലമാരയിലെ പണമൊന്നും രേവതി ചേച്ചിയൊന്നും അല്ല മോഷ്ടിച്ചിരിക്കുന്നത്. ആൻറ്റിയുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും. അവരും ആ വീട്ടിൽ വരുന്നുണ്ടല്ലോ. അതൊന്നും ആൻറ്റി കണ്ടില്ലെന്ന് കാണിച്ചിട്ട് എല്ലാ കുറ്റങ്ങളും കൊണ്ട് രേവതി ചേച്ചിയുടെ തലയിൽ വെക്കല്ലേ എന്ന് പറയുമ്പം ചന്ദ്ര പറയാം, നീയും എന്നെ തർക്കിച്ചോട്ട് വാ, അവസാനം തെളിയും ഈ പെരുങ്കളിയാ എടുത്തേന്ന് എന്ന് പറയാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ ഒന്നും പറയുന്നില്ല, ശ്രുതിയെ സംശയിക്കുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ ശ്രുതിയാണല്ലോ നമ്മുടെ ചന്ദ്രയുടെ പണവും അങ്ങ് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ വെപ്രാളമാവുന്നുണ്ട്. ശ്രുതിയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് 8ന് പണി കൊടുത്തത്. ചന്ദ്ര സൂക്ഷിച്ചു വെച്ച ആ 4 ലക്ഷം രൂപ അങ്ങനെ ശ്രുതി മുക്കി. അങ്ങനെ നല്ല 8ൻ്റെ പണി ശ്രുതി ചന്ദ്രയ്ക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്